നമസ്കാരം. ഇന്നത്തെ ചില ചുരുക്കം വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഡിസംബർ 4 ബുധൻ 2024 വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കിടക്കയിൽ മൂത്രമൊഴിച്ച 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. സംഭവത്തിൽ ആയമാരായ അജിത, മഹേശ്വരി, സിന്ധു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പോലീസ് നൽകിയ പരാതിയിൽ ആയമാർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. കുഞ്ഞിനെ ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചുവെച്ചതിനുമാണ് കേസ്. അജിത എന്ന ആയയാണ് കുഞ്ഞിനെ മുറിവേൽപ്പിച്ചത്. മറ്റ് 2 പേർ ഇക്കാര്യം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നാണ് വിവരം. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരുടെ ജനനത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി. നടന്നത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്ത തന്നെയാണെന്നും അരുൺ ഗോപി പറഞ്ഞു. നാഗം കൊണ്ട് നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് കുട്ടിയുടെ ജനനത്തിലുള്ളതെന്നും കുറ്റം ചെയ്ത ആയമാർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും അരുൺ ഗോപി പറഞ്ഞു. ശിശുക്ഷേമ സമിതി നടന്നത് കണ്ണില്ലാത്ത ക്രൂരതെന്ന് വി.ഡി. സതീശൻ. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് 2.5 വയസ്സുകാരിയുടെ ജനനത്തിൽ മുറിവേൽപ്പിച്ച സംഭവം ഞെട്ടിക്കുന്നതാണെന്നും കേരളം ഒന്നാകെ അപമാനഭാരത്തിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണെന്നും സതീശൻ പറഞ്ഞു. കുറ്റകൃത്യം ഒളിപ്പിച്ചു വെച്ചതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സമിതി ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ഉള്ളവർക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ പോവുകയായിരുന്ന യുവതിയെയും യുവാവിനെയും യുവതിയുടെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. കോട്ടയം തഴുത്തല സ്വദേശി അനില മരിച്ചു. കൊലപാതകത്തിനു ശേഷം ഭർത്താവ് പത്മരാജൻ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പൊള്ളലേറ്റ സോണി എന്ന യുവാവിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. ഒബ്നി വാനിലെത്തിയ പത്മരാജൻ അനിലയും സോണിയും സഞ്ചരിച്ച കാറിനെ വഴിയിൽ തടഞ്ഞ് വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള സ്ഥലത്ത് രാത്രി 9 മണിയോടെയാണ് സംഭവം. കൊല്ലം നഗരത്തിൽ ബേക്കറി സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു കൊല്ലപ്പെട്ട അനില. ഇവരെയും സ്ഥാപനത്തിലെ പങ്കാളിയായ യുവാവിനെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് വിവരങ്ങൾ. എന്നാൽ പത്മനാഭൻ ലക്ഷ്യമായിട്ട ആളല്ല, ബേക്കറി ജീവനക്കാരനായ സോണിയാണ് ആക്രമണത്തിന് ഇരയായെന്ന് പോലീസ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സോലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് SFIO ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത്. 2 ആഴ്ചക്കകം കേസിൽ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ആലപ്പുഴ കളർക്കോടിലുണ്ടായ വാഹനാപകടത്തിന് ഇടയാക്കിയത് 4 കാരണങ്ങളെന്ന് മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മഴ മൂലമുണ്ടായ റോഡിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യവും വെളിച്ചക്കുറവും അപകടത്തിന് കാരണമായെന്നും 7 പേർ യാത്ര ചെയ്യേണ്ട ടവേര വാഹനത്തിൽ 11 പേർ യാത്ര ചെയ്ത് അപകടത്തിൻ്റെ ആഘാതം വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. ടവേര ഓടിച്ചാളുടെ പരിചയക്കുറവ് മൂലം വാഹനം തെന്നിയപ്പോൾ നിയന്ത്രണത്തിലാക്കാൻ ഇയാൾക്ക് സാധിച്ചില്ലെന്നും 14 വർഷം പഴക്കമുള്ള വാഹനത്തിന് സുരക്ഷാ സംവിധാനങ്ങളായ ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നിവ ഇല്ലാത്തതിനാൽ വാഹനം ബ്രേക്ക് ചെയ്തപ്പോൾ തെന്നി നീങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ടത് തീവ്രത കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ 3 വിദ്യാർത്ഥികളുടെ നില ഗുരുതരമെന്നും ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവരുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചായും എല്ലാവിധ ചികിത്സയും ഒരുക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് മികച്ച ചികിത്സ സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി P. പ്രസാദും അറിയിച്ചു. ആലപ്പുഴയിലെ കളർകോടുണ്ടായ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉടമയെ ചോദ്യം ചെയ്യും. വാഹനം വാടകയ്ക്ക് നൽകിയതാണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. വിദ്യാർത്ഥികൾ ഉപയോഗിച്ച് വാഹനം സ്വകാര്യ വ്യക്തിയുടെയാണ്. എന്നാൽ വാഹനം വാടകയ്ക്ക് നൽകാനുള്ള ലൈസൻസ് വാഹന ഉടമയ്ക്ക് ഇല്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ആലപ്പുഴ കളർകോട് KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 MBBS വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ KSRTC ഡ്രൈവറെ പ്രതിയാക്കി FIR. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനാണ് KSRTC ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആദ്യ വിവരപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. CCTV ദൃശ്യങ്ങളും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ മാറ്റം വരുത്തുമെന്നും പോലീസ് വിശദീകരിച്ചു. സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ ബസ്സുകളും വീണ്ടും ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് കമ്മീഷണർ. വിനോദസഞ്ചാര കാലമായ എല്ലാ സ്കൂളിൽ നിന്നും യാത്ര പോകുന്നതിലാണ് തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ സ്കൂൾ ബസ്സുകളും മോട്ടോർ വാഹന വകുപ്പ് മുമ്പാകെ ഹാജരാക്കി സ്കൂൾ മാനേജ്മെൻറ്റുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് ഗതാഗത വകുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത്. കണ്ണൂർ സർവകലാശാലയിലെ സെമസ്റ്റർ പരീക്ഷയിൽ പരാതി. 3ാം സെമസ്റ്റർ MA അഡ്വാൻസ് എക്കണോമെട്രിക്സിൻ്റെ തിയറി പരീക്ഷ കഴിഞ്ഞ ദിവസം നടത്തിയത് 60 മാർക്കിന്. സിലബസ് അനുസരിച്ച് 40 മാർക്കിന് തിയറി പരീക്ഷയും 20 മാർക്കിന് പ്രാക്ടിക്കൽ പരീക്ഷയുമാണ് നടത്തേണ്ടിരുന്നത്. മുന്നറിയിപ്പില്ലാതെ എഴുത്തു പരീക്ഷയുടെ ആകെ മാർക്കിൽ വ്യത്യാസം വന്ന വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പമായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൽ സംഭവിച്ചതുപോലുള്ള അട്ടിമറി ഇനി മറ്റേതെങ്കിലും സഹകരണ ബാങ്കിൽ ആവർത്തിച്ചാൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മാലപ്പടക്കം പോലെ തകരുമെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ
കുറുവ സംഘത്തിന് സമാനമായ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ AK സെന്ററിലും പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപതെരഞ്ഞെടുപ്പ് വേളയിലെ നീലപ്പെട്ടി ആരോപണത്തിൽ പോലീസിന് പരിമിതിയുണ്ടെന്നും കുറുവ സംഘത്തെ ചോദ്യം ചെയ്തതുപോലെ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ എന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പരാമർശത്തിന് മറുപടി നൽകുകയായിരുന്നു VD സതീശൻ. തൃക്കാക്കര നഗരസഭാ മുൻ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെ കൗൺസിൽ തലത്തു നിന്നും അയോഗ്യയാക്കി. കാലാവധി പൂർത്തിയായിട്ടും പദവി ഒഴിയാതെ വയനാട്ടിലെ TTPC സെക്രട്ടറി അജേഷിന്റെ കാലാവധി നീട്ടി നൽകിയിട്ടില്ലെന്നും തുടരുന്നത് അനധികൃതമായിട്ടാണെന്നും TTPC ചെയർമാൻ കൂടിയ ജില്ലാ കളക്ടറും അജേഷ് നിയമവിരുദ്ധമായി ചുമതലയിൽ തുടരുന്നുവെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീയും സ്ഥിരീകരിച്ചു. മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയുടെ മകൻ മിഥുൻ മുല്ലശ്ശേരിയെ DYFയിൽ നിന്ന് പുറത്താക്കി. മധുവിനൊപ്പം മിഥുനും BJPയിൽ ചേരാൻ തീരുമാനിച്ചിരുന്നു. സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള ആരോപണങ്ങൾ മധുവിനെതിരെ ജില്ലാ സെക്രട്ടറി നിയമ നടപടി സ്വീകരിക്കും. BJPയുമായി മധു ചില നീക്കുപോക്കുകൾ നേരത്തെ ഉണ്ടാക്കിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ഭിന്നശേഷി സൗഹൃദ നഗരത്തിലുള്ള പുരസ്കാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക്. വയനാട് ചുണ്ടേലിൽ തിങ്കളാഴ്ച നടന്ന വാഹനാപകടത്തിൽ ദുരൂഹ സംഭവം ആസൂത്രണ കൊലപാതകമെന്ന ആരോപണവുമായി ഥാർ ജീപ്പ് ഇടിച്ചു മരിച്ച ഓട്ടോ ഡ്രൈവർ നവാസിന്റെ ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചു. നവാസും ജീപ്പ് ഓടിച്ചിരുന്ന സുബിൽ ഷെയ്ൻ തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം. ആലപ്പുഴയിൽ CPM വിട്ട് BJPയിൽ ചേർന്ന ബിപിൻ C ബാബുവിനെതിരെ സ്ത്രീധന പീഡന പരാതിയിൽ കേസ്. ചരിത്രത്തിലാദ്യമായി എല്ലാ നഗരങ്ങൾക്കും ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ അപേക്ഷിക്കുന്നതിനുള്ള അർഹതാ പട്ടികയിൽ ഇടം നേടിക്കൊണ്ട് സ്വച്ഛ് സർവേയിൽ പങ്കെടുക്കാനൊരുങ്ങി കേരളം. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന് നടന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിൽ ഒന്നാണ് സ്വച്ഛ് സർവേഷൻ. എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സൗജന്യ ലാപ്ടോപ്പ് വിതരണം ചെയ്യുമെന്ന പ്രചാരണം വ്യാജമാണെന്നും സൈബർ തട്ടിപ്പിൽ കുടുങ്ങരുതെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ തട്ടിപ്പിന് ഇരയാകുന്നത് തടയാൻ അതിവേഗ നടപടികൾ കൈക്കൊള്ളാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും മന്ത്രി അറിയിച്ചു. BJP ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. കേരളത്തിന് നിലവിൽ എയിംസ് പരിഗണനയിൽ ഇല്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ ഒഴിയുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. താജ്മഹൽ തകർക്കുമെന്ന് വ്യാജ ബോംബ് ഭീഷണി. ഉത്തർപ്രദേശ് ടൂറിസ്റ്റിന്റെ റീജിയണൽ ഓഫീസിലേക്ക് ഇമെയിൽ വഴിയാണ് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. മഹാകുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് ലോകോത്തര നിലവാരമുള്ള ടെന്റുകൾ സെക്ടർ 20-ൽ സിസ് കോട്ടേജ് ശൈലിയിലുള്ള 2000-ലധികം ടെന്റുകൾ അടങ്ങുന്ന ഒരു ആഡംബര ടെന്റ് സിറ്റിയാണ് സ്ഥാപിക്കുന്നത്. ചൈനയിൽ പ്രളയ സഹായവുമായി TVK അധ്യക്ഷനും നടനുമായ വിജയ് അബദ്ധത്തിൽ തോക്കിൽ നിന്ന് വെടിപൊട്ടി സൈനികന് ദാരുണാന്ത്യം. ജമ്മു കാശ്മീരിലെ സുജിത്ഗഡിലാണ് സംഭവം. തമിഴ്നാട്ടിൽ മന്ത്രിക്ക് നേരെ ചെളിയെറിഞ്ഞ് പ്രതിഷേധം. വിഴുപ്പുറത്ത് മന്ത്രി കൈ പൊന്മുടിക്ക് നേരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ കഴിയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.